മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന വി.ഡി. സതീശൻ ക്ലിഫ് ഹൗസിൽ ഗൃഹപ്രവേശനം നടത്തുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായിയെ സൗരം കെടുത്തിയ മരപ്പട്ടികൾ ക്ലിഫ് ഹൗസിലുണ്ട്. അതിനെയൊക്കെ എങ്ങനെ വി.ഡി. സതീശൻ തരണം ചെയ്യുമെന്ന് ജനങ്ങൾ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടത്തുകയാണ്. കൂടുതലായി മരപ്പട്ടികൾ താമസിക്കുന്നത് കാടുകളിലും ഗ്രാമങ്ങളിലും നഗരത്തിലെ വീടുകളിലും അതിൻ്റെ തട്ടിൻപുറങ്ങളിലുമൊക്കെയാണ് കൂടുതലായി താമസിക്കുന്നത്. ക്ലിഫ് ഹൗസ് മൊത്തത്തിൽ ഈ ഒരു ഓട് നിറഞ്ഞ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഈ മരപ്പട്ടികൾ കൂടുതലായി തണുപ്പ് കിട്ടുന്ന പ്രദേശങ്ങളിലേക്ക് ആ ഒരു ഭാഗങ്ങളിലേക്ക് അവർ തിരഞ്ഞെടുക്കുന്നത് താമസിക്കാൻ. അപ്പോൾ എങ്ങനെ മരപ്പട്ടികളെ ഓടിക്കും എന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ കണ്ടോൺമെന്റ് ഹൗസിൽ ഇതേ പ്രയാസങ്ങൾ അതിജീവിച്ചാണ് സതീശനും അവിടെ 5 വർഷം കഴിഞ്ഞത്. ക്ലിഫ് ഹൗസിലെ ഓടും കൊണ്ടുള്ള മേൽക്കുരയിലെ ചോർച്ചയ്ക്കും വരുന്ന കാലവർഷത്തിലും ഒരു മാറ്റമൊന്നുമില്ല. പക്ഷേ അവിടെ ഇപ്പോൾ ഒരു അറ്റകുറ്റപ്പണി ചെയ്യാനായിട്ട് സതീശൻ മുൻകൈ എടുത്തിരിക്കുകയാണ്. പക്ഷേ അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയൊന്നും ചെലവഴിച്ച് പിണറായി സർക്കാരിനെ പോലെ ദൂർത്തൊന്നുമല്ല, പരമാവധി തുക കുറച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് സതീശൻ ഇപ്പോൾ അവിടെ നടത്താനായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നത്. മുഖ്യമന്ത്രിയായി ഇപ്പോൾ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ആ സമയത്തും ക്ലിഫ് ഹൗസിൽ വലിയ ഒരു മോടി പിടിപ്പിക്കുക ഒന്നും വേണ്ട എന്ന് തന്നെ സതീശൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യമായ അറ്റകുറ്റപ്പണികൾ അങ്ങ് ചെയ്യുക, എത്രത്തോളം പൈസ കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക എന്നാണ് വി.ഡി. സതീശൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വൻതുക ചെലവഴിച്ച് ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് വി.ഡി. സതീശൻ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 10,000 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന പൈതൃക മന്ദിരമായ ക്ലിഫ് ഹൗസിൽ 73 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണിക്ക് 2 വർഷം മുമ്പ് സർക്കാർ ഭരണാനുമതി നൽകിയിരുന്നു. കിടപ്പ് മുറിയിലെ ഒരു ഗ്ലാസ് വെള്ളം അടച്ചു വച്ചില്ലെങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുന്ന സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പ്രസംഗിച്ചിരുന്നു. സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ പണം ചെലവഴിക്കുന്നത് വിനിയമല്ല എന്നാണ് പിണറായി പറഞ്ഞതെങ്കിലും ക്ലിഫ് ഹൗസിലെ അറ്റകുറ്റപ്പണിക്ക് അദ്ദേഹം അനുമതി നിഷേധിച്ചു. ഇതുകൂടാതെ 20ഓളം മന്ത്രിമന്ദിരങ്ങളിലും കണ്ടോൺമെന്റ് ഹൗസിലും വലിയ തോതിലുള്ള നവീകരണത്തിന് ഭരണാനുമതി ലഭിച്ചിട്ടും അതാത് മന്ത്രിമാർ അനുമതി നൽകാതിരുന്നതിനാൽ അത് നടന്നില്ല. എന്നാൽ മന്ത്രിയായിരിക്കെ എ.കെ. ശശീന്ദ്രൻ താമസിച്ച കാവേരി മോടി കൂട്ടി. ക്ലിഫ് ഹൗസിലെ വീട്ടുപകരണങ്ങളും നീന്തൽ കുളങ്ങളുമെല്ലാം മികച്ച നിലവാരത്തിലേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതെല്ലാം പരിപാലിക്കുന്നത് ടൂറിസം വകുപ്പാണ്. നന്തൻകോട് 6 ഏക്കർ 25 സെന്റിലാണ് ക്ലിഫ് ഹൗസ് ഉള്ളത്. കൂടാതെ അടിയന്തര അറ്റകുറ്റപ്പണി മാത്രം മതിയെന്നും ദൂർത്ത് വേണ്ട എന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മോടി പിടിപ്പിക്കൽ വേണ്ട എന്ന് സതീശൻ നിർദ്ദേശിച്ചു. അതായത് ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലിഫ് ഹൗസും അതോടൊപ്പം തന്നെ ഭരണസ്ഥിരാ കേന്ദ്രവും ഒക്കെ വലിയ രീതിയിൽ മോടി പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ കണ്ടോൺമെന്റ് ഹൗസൊക്കെ വലിയ രീതിയിൽ മോടി പിടിപ്പിക്കുന്നു, മന്ദിരങ്ങളൊക്കെ ലക്ഷക്കണക്കിന് തുകകൾ ചെലവഴിച്ചുകൊണ്ട് മോടി പിടിപ്പിക്കുന്നു. ഈ പൈസയൊക്കെ ഖജനാവിൽ നിന്നാണ്, അതായത് ജനങ്ങളുടെ പണം എടുത്തിട്ടാണ് ഈ മോടി പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 10 വർഷം പിണറായി സർക്കാർ കേരളം ഭരിച്ച് തകർത്ത് ഖജനാവിൻ്റെ എത്തിയപ്പോൾ 5 പൈസ എടുക്കാനില്ലാതെ ഖജനാവ് കാലിയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു മോടി പിടിപ്പിക്കുന്നത് ജനങ്ങൾക്ക് തെറ്റായ ഒരു സന്ദേശം നൽകും. അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് പറഞ്ഞതിനൊന്നും ഒരു അർത്ഥമില്ലാതെ ആയിപ്പോകുമെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. അതുകൊണ്ട് അനാവശ്യമായ ചിലവുകൾ ഇപ്പോൾ ക്ലിഫ് ഹൗസ് മാത്രമല്ല, മന്ദിരം മാത്രമല്ല, മറ്റു കാര്യങ്ങളിലും ആയിരുന്നാലും തന്നെ അനാവശ്യമായ ഒരു കാര്യത്തിനും പണം ചെലവാക്കണ്ട, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവാക്കുക, പണം കൂടുതലായിട്ട് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ചെലവാക്കുക എന്നാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാഹനവ്യൂഹം ഒഴിവാക്കിയതിന് പിന്നാലെ കയ്യടി നേടുന്ന അടുത്ത തീരുമാനവുമായാണ് വി.ഡി.എസ് എത്തിയത്. കഴിഞ്ഞ 10 വർഷക്കാലം ഏറെ ചർച്ചയായിരുന്നു ക്ലിഫ് ഹൗസിന്റെ നവീകരണം. 20 ലക്ഷത്തിലേറെ ചെലവിട്ട് ലിഫ്റ്റ് നിർമ്മാണം, വൻതുക മുടക്കിയുള്ള കാലിത്തൊഴുത്ത് നവീകരണം, സെക്യൂരിറ്റി ഗാർഡ് റൂം, അങ്ങനെ ക്ലിഫ് ഹൗസ് അറ്റകുറ്റപ്പണികൾ പിണറായി കാലത്ത് ഒരു ദൂർത്തായി നടന്നുവെന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. കോടികൾ വീശിയെറിഞ്ഞുള്ള മുഖം മിനുക്കൽ വേണ്ട എന്നാണ് സതീശന്റെ നിർദ്ദേശം. വീട്ടിൽ മാത്രമല്ല ഓഫീസിലും അത്യാവശ്യമെങ്കിൽ മാത്രം അറ്റകുറ്റപ്പണി മതിയെന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അധികാരം മാറുമ്പോഴുള്ള ഈ ധൃതി പിടിച്ചുള്ള ഈ മന്ദിരങ്ങളൊക്കെ മിനുക്കുന്നതും മോടി പിടിപ്പിക്കുന്നതൊന്നും വേണ്ട എന്ന നിർദ്ദേശമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ സമയത്ത് മാധ്യമപ്രവർത്തകർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാവുന്ന സ്ഥലമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. പക്ഷേ പിണറായി വന്നതോടെ സെക്രട്ടേറിയറ്റ് എന്ന പോലെ ക്ലിഫ് ഹൗസിലും ഒരു മാധ്യമപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനോ അങ്ങോട്ട് കടത്തിവിടാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ കടുത്ത വിലക്കുകളുണ്ടായി. ദേവസ്വം ബോർഡ് ജംഗ്ഷൻ മുതൽ ക്ലിഫ് ഹൗസ് പരിസരത്തടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ സാധാരണക്കാരുടെ യാത്രയെ വരെ ബാധിക്കുന്നൊരവസ്ഥയായി. ജനങ്ങളെ വലയ്ക്കുന്ന ഒരു ക്രമീകരണങ്ങളും വേണ്ട എന്നാണ് നിയുക്ത
മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയത്. ഇനിയിപ്പോൾ ക്ലിഫ് ഹൗസ് പരിസരത്ത് നാളെ വി.ഡി. സതീശൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുമ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് ഇനി മാധ്യമപ്രവർത്തകർക്കും സാധാരണക്കാർക്കും ഒക്കെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമായി, ഒരു സ്വതന്ത്രമായ ഒരു സ്ഥലമായി മാറുമോ എന്നാണ് ഇനി നാളെ നോക്കിക്കാണേണ്ടത്. കൂടാതെ സുരക്ഷയിൽ അടക്കം വലിയൊരു ഇളവ് കൊണ്ടുവരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷക്കാലം ഏറെ വിവാദങ്ങളിൽ ഉയർന്നുകേട്ട പേരാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്. 7 കിടപ്പുമുറികളാണ് ഇവിടെയുള്ളത്. 16,000 ചതുരശ്ര അടി വലിപ്പമാണ് ക്ലിഫ് ഹൗസിനുള്ളത്. അങ്ങനെ വിവാദങ്ങളിൽ നിറഞ്ഞിരുന്ന ക്ലിഫ് ഹൗസുകൾ ഒരു തരത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ വേണ്ട, അനാവശ്യമായ ധൂർത്തുകൾ വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം, അതായത് ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം അറ്റകുറ്റപ്പണികൾ ചെയ്താൽ മതി, വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളൊന്നും തന്നെ വേണ്ട എന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ പണം അനാവശ്യമായി ധൂർത്താക്കി കളയണ്ട എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം.